നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യണത് റീറ്റെയിൻ വാള്. ഓക്കെ, എന്താണ് റീറ്റെയിൻ വാള്? റീറ്റെയിൻ ചെയ്യാൻ എന്താ, എന്തോ ഒന്നിനെ തടഞ്ഞു നിർത്തുക എന്നാണല്ലേ. അപ്പോൾ എന്തോ ഒരു സാധനത്തിന് റീറ്റെയിൻ ചെയ്യണതാണ് നമ്മൾ റീറ്റെയിൻ വാള്. എന്തായിരിക്കും റീറ്റെയിൻ ചെയ്യുന്നുണ്ടാവുക? സോയിൽ, ബാക്കിലുള്ള സോയിൽ, റോക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും എന്തായാലും ഉണ്ടാവുക, റീറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ എന്താ പറയുക, ബാക്ക് ഫില്ല് എന്ന് പറയും. അപ്പോൾ ഈ കാണുന്നില്ലേ റീറ്റെയിൻ വാളാണ്. ഇതെന്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്? റാൻഡം റബിൾസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയത് അല്ലേ. കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സിനല്ല, RCCനെ കൺസ്ട്രക്ട് ചെയ്യുന്ന നമുക്ക് IS കോഡ് ഇല്ലേ, IS 456 ഉണ്ട്. അതുപോലെ ഇതിനെ കൺഫേം ചെയ്യുന്ന IS കോഡാണ് IS 1445 എന്നാണ് പാർട്ട് 1 ആയിട്ടുള്ള കോഡ്. ഈ ഒരു റീറ്റെയിൻ വാളിന്റെ സ്ട്രക്ചർ ഉണ്ടോ? ഫസ്റ്റ് എന്താണ്, PCC വരുന്നുണ്ട്. ആ PCCന്റെ മുകളിൽ നമുക്ക് എത്ര ഹൈറ്റിലേക്കാണോ റീറ്റെയിൻ വാൾ വരേണ്ടത് ആ ഒരു ഹൈറ്റിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുക, റീറ്റെയിൻ വാൾ കെട്ടിപ്പോവുക. ഈ റീറ്റെയിൻ വാളിന്റെ വെയിറ്റ് എത്രത്തോളം കൂടുന്നോ അത്രത്തോളം എന്ത് ചെയ്യാൻ പറ്റും, ബാക്ക് ഫില്ലിനെ തടഞ്ഞു നിർത്താൻ പറ്റും. അത്രത്തോളം പ്രഷർ വരുന്ന ബാക്ക് ഫില്ലിനെ തടഞ്ഞു നിർത്താൻ പറ്റുന്നതാണ്. ഇതിൻ്റെ ഒരു ഷേപ്പ് ഉണ്ടോ, എന്ത് ഷേപ്പാണ്? പോളിഗണൽ ഷേപ്പാണ് വരുന്നത്. അതുകൊണ്ട് അതിൻ്റെ പേര് വന്നത് എന്താണ്, പോളിഗണൽ റബിൾ വാളിംഗ് എന്നാണ് പേര് വന്നത്. കണ്ടില്ലേ? അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. താഴെ എന്താണ്, വീതി കൂടുതലാണ്, മുകളിലേക്ക് വരുമ്പോൾ എന്തായി, വീതി കുറഞ്ഞു. ഈ ഒരു സ്ട്രക്ചറില്ലേ, ഈ റീറ്റെയിൻ വാള്, ഇതിന് താഴെ 2 മീറ്റർ വീതിയാണ് വരുന്നത് ബേസിൽ. ഓക്കെ, ടോപ്പിലേക്ക് വന്നപ്പോൾ എന്ത് ചെയ്തു, 2 അടിയാണ് വീതി വന്നത്. Well Fabs Academy. Learn, build, achieve.